പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ ഇങ്ങനെ
നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയാണ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആശയതലമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെടുത്തോളൂ ഈ അപ്പോസ്തലൻ പറയണതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ക്രിസ്റ്റോളജിയുടെ ചില പരിമിതികളെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലേറ്റർ എൻട്രിയാണ്, ഇടയ്ക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പഴയ നിയമമാണ് ഇങ്ങേര് അവലംബിക്കണമെന്ന് മനസ്സിലാവും. പഴയ നിയമമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതെല്ലാം മോസസിൻ്റെയും അബ്രാഹത്തിൻ്റെയും ദൈവത്തെയാണ് പലപ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ മോസസിൻ്റെയും എബ്രാഹത്തിൻ്റെയും ദൈവം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ദൈവം വരുന്നുണ്ട്. അത് പുള്ളിക്ക് അത്ര കണ്ട് പിടിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോർക്കും അശാന്തി ഇങ്ങനെ പറയണത്, യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് എബ്രാഹത്തിന് കൊടുത്ത വെളിപാടിൻ്റെയും മോസസിന് കൊടുത്ത വെളിപാടിൻ്റെയും പിന്തുടർച്ചയാണ് ആ പറയണത്. പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ പറയണത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു അല്ലേ? പക്ഷേ പ്രയോഗത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നില്ല. അപ്പോൾ നിങ്ങളോർക്കും അച്ഛൻ പറയുന്ന പാഷാണ്ഡതയാണ്. പാഷാണ്ഡതയല്ല, ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസിയുടെ PhDയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബിരുദാനന്തര ബിരുദമില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണത്? ദൈവം അവിശ്വസ്തനായിരുന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണത്, ഞങ്ങൾ ദൈവം അവിശ്വസ്തനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണപ്പെടാവുന്നതാണ്. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടാലും നിങ്ങൾ വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:7. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരീക്ഷ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അപ്പോൾ അത് കാണപ്പെടാന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും, അതായത് ഒരു പ്രതീതി നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു പ്രതീതി നമുക്കുണ്ടായാലും നമ്മളെന്ത് ചെയ്യണം? അതിലൂടെ നമ്മൾ യുദ്ധം തോക്കരുത്. മനസ്സിലായ? ഇപ്പം അശുദ്ധ മഹാധ എന്ന് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിലില്ലേ, കുഞ്ചര എന്ന് പതുക്കെ പറയത്തുള്ളൂ. ആ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ
പാളയത്തിൽ പടയായി നിർവീര്യമായി ആൾക്കാർ അണികളിൽ അന്തഛിദ്രയായി അങ്ങനെ പോകരുത്. അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെടാൻ ചെയ്തത്. പിശാച് ചിലപ്പോൾ അങ്ങനെ കാണിക്കും നമ്മളാണ്. അല്ല, ദൈവം തന്നെ അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിജയിച്ചവരായി നിങ്ങൾ വിജയിക്കണം. ഇപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് മൈ പോയിൻറ്റ്. അതായത് ദൈവം ഇപ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ ആത്മവിശ്വാസം എന്തായിരുന്നു? പിതാവ് എപ്പോഴും എന്നോട് കൂടി ഉണ്ട്, ഞാൻ ഏകനെല്ലാം തന്നെയാണ്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. അതുകൊണ്ട് യേശുവിന്റെ കോൺഷ്യസ് കണ്ട, എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് യേശുവിന്റെ ആന്തരിക ബോധ്യം. അപ്പോൾ നിങ്ങളൊക്കെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുരിശിന് വില ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗോഡ് ഉണ്ടാവും. പിതാവുണ്ട്, പക്ഷെ നമുക്ക് അനുഭവവേദ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലേ ശിഖ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ നിരീശ്വരവാദിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല. അപ്പോൾ എനിക്കൊരു പ്രയോജനമില്ലാത്ത ദൈവത്തെ ഞാനെന്തിനാണ് വിശ്വസിക്കണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത്, അവളുടെ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയാത്ത ഒരു രഹസ്യ രോഗം, അവളുടെ രോഗം അമ്മ ഉടമ്പടിയിൽ എഴുതി വെച്ച് അവളോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ കളിയാക്കും. പക്ഷേ അമ്മ വന്നപ്പോൾ അവളോട് പറഞ്ഞു, എടി നിൻ്റെ ഈ അസുഖം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ രോഗമുള്ള രോഗം അപ്പം സ്റ്റോപ്പായി. അതോടുകൂടി അവൾ വന്ന് ഉടമ്പടി എടുത്ത്. അതാണ് പെട്ടെന്നാണ്. പക്ഷെ ആ നിലപാട് ആരോഗ്യകരമല്ല. കാര്യം എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ലല്ലോ അത്. ദൈവം വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വിലയുള്ളതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വില ഇങ്ങനെ കൂടും ചില സമയത്ത്. എപ്പോഴാണ് കൂടുമെന്നറിയാമോ? ചില സമയത്ത് ദൈവം അവിശ്വസ്തനായിട്ട് കാണപ്പെടും. നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പോലെ ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ കാണപ്പെടും. ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും നിന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭയങ്കര വില. അപ്പം നമ്മുടെ വിശ്വാസം തീ പിടിച്ച വിലയുള്ളതാക്കാനും മൂല്യവത്താക്കാൻ വേണ്ടിയാണ് ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് വരണത്. എപ്പോഴും ഓർത്തേക്കാം. അതുകൊണ്ടാണ് ആ വചനം തിരിച്ചിട്ട് വായിക്കേണ്ടതാണ്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് പറയണ പോലെ തന്നെയാണ് അവിശ്വസ്തനായി ചില സമയത്ത് കാണപ്പെടാം. അത് നമ്മളാൾക്ക് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ്, അങ്ങനെ അനുഭവപ്പെട്ടാലും പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കണില്ലേ? അപ്പോൾ ഈശോയ്ക്ക് അതുപോലെ ആബ്സൻസ് ഫീൽ ചെയ്ത്, എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഐ കമൺ മൈ സ്പിരിറ്റ്. അപ്പോൾ ദൈവം അവിശ്വസ്തനായി കാണപ്പെട്ട് നമ്മുടെ ഒരു പരിമിതി കാരണം, ഈശോയുടെ തീവ്രമായ വേദന കാരണമാണ് ഈശോയ്ക്ക് ദൈവത്തെ ഫീൽ ചെയ്യാഞ്ഞത്. അപ്പോഴും അവിശ്വസ്തനായി കാണപ്പെട്ട് തോന്നി. അപ്പോഴും ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ വിശ്വാസത്തെ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനത്തെ വാക്കായി ഈശോ. അപ്പം നമ്മുടെ വിശ്വാസം മൂല്യവത്താകാൻ വേണ്ടി ഇങ്ങനെ ചില ഡാർക്ക് ഹോളിലൂടെ ചില സമയത്ത് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ട്, ജാഗ്രത ഉണ്ടായാൽ മതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എന്നെ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് നേഹ, ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഇതെൻ്റെ മമ്മി ലിൻസി ആൻസൺ. ഞങ്ങൾ വരുന്നത് സെൻറ്റ് മൈക്കിൾസ് ഇടവക കാക്കനാട് കൊച്ചിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് March 30th, 2025 ഞാൻ എടുക്കാൻ കാരണം എൻ്റെ മമ്മിയും എൻ്റെ മമ്മിയുടെ മമ്മിയുടെ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു അവർ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് മമ്മിയുടെ പുതുക്കലിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായില്ല. മമ്മീനെ പുതുക്കലിൻ്റെ അവിടെ ഞാൻ കൊണ്ടേ ആക്കി. അപ്പോൾ താഴെ
ഇവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ അന്ത്യകാല അഭിഷേകം എന്ന് പറയുന്ന ഒരു പാട്ട് സ്തുതി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മമ്മീനെ അവിടെ ആക്കിയിട്ട് ഞാൻ താഴത്തേക്ക് വന്നു. അപ്പം എനിക്ക് 9th ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ ഞാൻ അത്രയും കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് അത്ര ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ ഇത് വന്നുകൊണ്ട് എനിക്കിവിടെ വന്നപ്പോൾ അതേ ഒരു അനുഭവം വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര നാളെ എനിക്ക് ഉണ്ടായില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ മാസസൊക്കെ ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഈശോ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും ആ ഒരു റിലേഷൻഷിപ്പൊന്നും എനിക്കറിയാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കതുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് മമ്മി അത് അടുത്ത 3 മാസം കഴിഞ്ഞ് പുതുക്കണ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ അതിൽ വെച്ചിരുന്നൊരു കാര്യം, എനിക്ക് എൻ്റെ UG കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായില്ല. PG എടുക്കണോ അല്ലെങ്കിൽ പുറത്ത് പോകണോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പുറത്ത് പോകുന്ന ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. ബിക്കോസ് അതിന് കുറേ ഫൈനാൻഷ്യലി കുറേ പൈസ വേണ്ടി വരില്ല. അപ്പോൾ വെറുതെ എന്തിനാണ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണേന്ന് ഓർത്ത് ഞാൻ സ്വയമേ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അത് നല്ലതാണ്, അത്ര പൈസ ഒന്നും ആവില്ല, നീ നോക്കാം, നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനെന്നാൽ നോക്കാം എന്നുള്ളൊരിതായി. അങ്ങനെയാണ് ജർമ്മനി എന്നുള്ളൊരു രാജ്യത്തിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് തന്നെ. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചിട്ട് പോലില്ല. കാരണം ആ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഇതുള്ളതുകൊണ്ട് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ എടുക്കേണ്ടതെന്ന് എനിക്ക് ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരണേ മാതാവേന്ന്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മീനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ബൈബിൾ എടുക്കുമ്പോൾ ഈശോ എന്താ നമ്മളോട് പറയണേ നോക്കാം, അപ്പോൾ അതിലുണ്ടാവും എന്തെങ്കിലും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയൊരു വചനമായിരുന്നു നിയമാവർത്തനം 31-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ശക്തരും ധീരരുമായിരിക്കുവൻ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവാണ് നിൻ്റെ കൂടെ വരുന്നത്, അവൻ നിന്നെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയില്ല എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറേ കരഞ്ഞു. ഞാൻ ഓക്കെ ഇത് തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ജാനുവരി 2025 ഞാൻ എൻ്റെ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. ഞാൻ ഓഫ്ലൈൻ അല്ല ചെയ്തത്, ഞാൻ ഓൺലൈനാണ് ചെയ്തത്. എവറി ഡേ 1 hour ക്ലാസ് ഉണ്ടായുള്ളൂ. ഞാൻ ക്ലിനിക്കിൽ പോകുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ക്ലിനിക്കും കൂടി പോയി കഴിഞ്ഞ് വന്ന് അത്ര ടയർഡായി കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അത്ര വലിയ പഠിത്തമൊന്നും നടക്കുന്നുണ്ടായില്ല. അങ്ങനെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അങ്ങനെ തന്നെ പോയി. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും ഡിസൈഡ് ചെയ്തു, ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്കൊരു ഓഫ്ലൈനായിട്ടൊരു പ്രിപ്പറേഷൻ കോഴ്സ് ചെയ്യാം, 1 മാസത്തെ എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒക്ടോബർ 1st വീക്കിന് ഒരു ക്ലാസ് ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത്രയും കാലം പഠിച്ചതൊന്നും ആയിരുന്നില്ല. ഒന്നും അറിഞ്ഞുകൂടി, എൻ്റെ ഒരു ABCD എനിക്ക് അറിയില്ല, എനിക്കൊരു മര്യാദയ്ക്ക് സംസാരിക്കാനോ ഇതിനെപ്പറ്റി ഒരു അക്ഷരം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആകെ ഒരു ബേസ് എനിക്കില്ലായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മാസം എനിക്ക് എന്തായാലും എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ ആ സമയത്ത് റാലിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒക്ടോബർ 25 എനിക്ക് എന്തായാലും ജപമാല റാലി അറ്റൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി 25 ഇവിടെ വന്നു, റാലി അറ്റൻഡ് ചെയ്തു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇത്ര ദൂരം നടക്കൽ. പക്ഷേ ആ അർത്തുങ്കൽ പള്ളിയിലെത്തിയപ്പോൾ അത്ര ഒരു ഹെവൻലി ഫീലായിരുന്നു അന്ന്. അതിൻ്റെ 3 days കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി, നവംബർ 28. എനിക്ക് കിട്ടിയ സ്ഥലം എൻ്റെ വീടിൽ നിന്ന് 10 minute അടുത്തുള്ള ആദ്യമായിട്ടാണ് സെൻറ്റർ തുടങ്ങുന്നത്. അവിടുത്തെ ആദ്യത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന എക്സാം ആയിരുന്നു. അത് ആദ്യമായിട്ടാണ് ആ സെൻറ്റർ അവിടെ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എനിക്കധികം ട്രാവലൊന്നും ചെയ്യേണ്ടി വന്നില്ല. എൻ്റെ കൂടെ എൻ്റെ 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള എൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിലാക്കിയിട്ട് ആ വെള്ളം കുപ്പിയും കൊണ്ടാണ് ഞാൻ പോയത്. എൻ്റെ ഉപ്പ് എൻ്റെ പോക്കറ്റിൽ ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കാശ് രൂപ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആദ്യം എന്നെ എക്സാമിന് വിളിച്ചപ്പം എന്നെ ആദ്യം വിളിച്ചത്, ഞാൻ ലാപ്ടോപ്പിൽ കുറച്ച് ഉപ്പിട്ട് എന്നിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കിത് എളുപ്പമാക്കി തരണേ. കാരണം എനിക്ക് ആകെ 2.5 മാസം 1.5 മാസത്തെ ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ ഈ എക്സാം എഴുതി വന്നേക്കണേ. അത്രയും എക്സാം പലതവണ എഴുതിയ ആൾക്കാരും എൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടി ഇതെന്താന്ന്. അങ്ങനെ എഴുതി എനിക്ക് എൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂള് എനിക്ക് അത്ര എളുപ്പമായിരുന്നു. എനിക്ക് എൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും എൻ്റെ ഹിയറിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. എനിക്ക് എൻ്റെ ലാപ്ടോപ്പിന് മുമ്പിൽ ഞാൻ കരഞ്ഞുപോയി. കാരണം എനിക്ക് ഇത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ ഇത് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ 3 ഫ്രണ്ട്സിൽ 2 പേരായിരുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്ണർ. എനിക്ക് കിട്ടിയ പാർട്ട്ണർ അവരൊരു ഒഡീഷ ലേഡി ആയിരുന്നു. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഓൾറെഡി ഈ എക്സാമൊക്കെ പാസ്സായതാ, പക്ഷേ അവർ ഇവിടെയും കൂടി ഡേറ്റ് വെറുതെ എടുത്തിട്ടതാ, അതിന് റിസൾട്ട് വരാത്തതുകൊണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ടോപ്പറായിരുന്നു സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഫുൾ എൻ്റെ ജീവൻ പോയ പോലെയായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും കർത്താവേന്ന് ഓർത്തു. ഞാൻ പക്ഷെ
കുഴപ്പമില്ല, എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റണില്ല. എൻ്റെ മൈൻഡ് ഫുൾ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്കൊന്നും പറ്റണില്ല. എന്നിട്ട് അപ്പം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പം പിള്ളേരെല്ലാവരും ഓരോ അടയാളങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. കാരണം ഈശോനെ നമ്മൾ പരീക്ഷിക്കരുതല്ലോ അടയാളങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കത് താല്പര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് എനിക്ക് വേണമെന്നില്ല, പക്ഷേ ഈ മാതാവ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കൊരു അടയാളം തന്നാൽ മാത്രം മതി. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ എക്സാമിനർ ലൈറ്റ് ബ്ലൂ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എൻ്റെ വിശ്വാസത്തിന് ഒരു ഇതും അതില്ലാണ്ട് വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആഫ്റ്റർനൂണിൽ എന്നെ വിളിച്ചു. അപ്പം എക്സാമിനർ ഒരു ലേഡി ആയിരുന്നു. അവരുടെ കണ്ണ് ഭയങ്കര ലൈറ്റ് ബ്ലൂ ആയിരുന്നു, അവരിട്ടിരുന്ന ഡ്രസ്സ് ലൈറ്റ് ബ്ലൂ ആയിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. അവരെന്നോട് എന്തൊക്കെയോ ജർമ്മനിൽ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. എനിക്ക് തന്നെ ഇപ്പോഴും അറിയില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്. എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണർ അവർ ഭയങ്കര ജർമ്മൻ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു അന്ന്. ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് അത്ര വലിയൊരു അനുഭവമായിരുന്നു ആ ദിവസം. എനിക്ക് അത്ര സന്തോഷമായിരുന്നു. എനിക്ക് ഒരു ടെൻഷനോ ഒന്നുമില്ല. എനിക്കിത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടുപോലെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ എനിക്ക് December 24 എൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ 4 ഫ്രണ്ട്സിൽ എനിക്ക് മാത്രമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 മൊഡ്യൂളും ഞാൻ പാസ്സായത്. എനിക്ക് അന്നത്തെ ദിവസം മാത്രമല്ല, ഫോളോയിങ് വീക്ക് എവറി ഡേ രാത്രി എനിക്ക് ആരുമില്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യം ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ നടക്കുന്നത്. അറിയില്ല എന്താ നടന്നതെന്ന്. ബിക്കോസ് ഇത് എൻ്റെ അല്ല, ഡെഫിനറ്റ്ലി എൻ്റെ മെറിറ്റ് അല്ലെന്ന് എനിക്ക് എവിടെ വേണമെങ്കിലും ഒരു മടിയില്ലാണ്ട് പറയാം. ബിക്കോസ് ഇത് എൻ്റെ കഴിവേ അല്ല. കാരണം എനിക്ക് എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്ക് ഒന്നും അറിയണ്ടായില്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ്. എൻ്റെ ഈശോൻ്റെ മാതാവ് അത്രയും ഞാൻ കണ്ടതാണ്, എനിക്കറിയാത്. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് എൻ്റെ വിസ ഉണ്ടായിരുന്നു. വിസ എൻ്റെ പാത്വേക്ക് യൂഷ്വലി 7 വീക്സ് ഒക്കെ എടുക്കുന്ന വിസയാണ്. എനിക്ക് April 21 എൻ്റെ അപ്പോയിൻമെൻറ്റ്. എനിക്ക് April 29 എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. വിത്തിൻ 8 ഡേയ്സാണ് എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയി കിട്ടിയത്. ഞാൻ June 1 വീക്കിന് പോവാണ് ജർമ്മനിക്ക്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേത് എൻ്റെ മമ്മീൻ്റെ ഒരു രോഗശാന്തിയായിരുന്നു. മമ്മിക്ക് ഒരു 2024 ഒരു മാർച്ചൊക്കെ ആയപ്പം നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം മമ്മിക്ക് അവർ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പം വലിയൊരു സിസ്റ്റ്, ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സിസ്റ്റും ഒരു 5 to 6 നമ്പേഴ്സ് ഓഫ് ഫൈബ്രോയിഡ്സും മമ്മീൻ്റെ ഇതിൽ കണ്ടായിരുന്നു. അപ്പം സ്കാനിൽ കണ്ടു. അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് കൂടുതലാണ്, നമുക്കിത് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും, സർജിക്കൽ ഇൻ്റർവെൻഷൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പം ആൾ പറഞ്ഞത് നമുക്ക് നോക്കാം, എവറി 6 months മോണിറ്റർ ചെയ്യാം, ബയോപ്സിയും സ്കാനും എവറി 6 months എടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താ അത് അവസ്ഥ എന്ന്. അങ്ങനെ അടുത്ത 6 months കഴിഞ്ഞ് നമ്മളൊരു ബയോപ്സിയും ഇതെടുത്തു. അപ്പോഴൊക്കെ നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ യൂസ് ചെയ്യുന്നുണ്ട്. മമ്മി ഉടമ്പടിയിലായതുകൊണ്ട് മമ്മിയുടെ കാശ് രൂപ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ ബയോപ്സിയിലും ഇതിലും നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഈ സൈസ് കൂടി, സിസ്റ്റിൻ്റെ സൈസ് കൂടിയായിരുന്നു. അപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ദൈവം എന്ത് ചെയ്യും. അപ്പോൾ ഡോക്ടറിന് കുഴപ്പമില്ല, നോക്കാം, ഈ സൈസ് മാനേജബിളാണ്, ഇനിയും കൂടി കുറച്ച് കൂടിയാലാണ് പ്രശ്നങ്ങളാവാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അടുത്ത 6 months കഴിഞ്ഞിട്ട് 2025 മാർച്ചിൻ്റെ സ്കാനിങ്ങിന് നമ്മൾ പോയി. അപ്പം മമ്മി വിചാരിച്ചു ഓക്കെ ഈ പ്രശ്നം സ്കാനിങ് ഒന്നും എടുക്കുന്നില്ല, ചുമ്മാ ഡോക്ടറിനെ കണ്ടാൽ മതി, എന്താണെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ലില്ല അത് പറ്റില്ല, സ്കാൻ എന്തായാലും എടുക്കണം, കാരണം ഇത് വളരാൻ ചാൻസ് ഉണ്ട്, എന്തായാലും പോവില്ല പക്ഷെ വളരാൻ ചാൻസ് ഉണ്ട്, അപ്പം ഇത് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, ഓക്കെ എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞു. എടുത്തു. മമ്മി അപ്പം ഈ ഉടമ്പടി കാശ്രൂപമായിട്ടാണ് സ്കാൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പുറത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, മാധവ് എങ്ങനെയെങ്കിലും ഇത് പൊട്ടിച്ച് കളയണേ, ഇനി ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഇടവരരുത്, എനിക്കിത് ഓർക്കാൻ വയ്യ, നമുക്ക് ഓൾറെഡി കാലിലും പ്രശ്നമുണ്ട്, എനിക്ക് വയ്യ, മമ്മിക്ക് ഇത് നമുക്ക് എല്ലാം കൂടി എൻ്റെ മമ്മിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. മമ്മി ഈ കാശ്രൂപം പിടിച്ചിട്ട് അകത്ത് പോയി. അപ്പം സ്കാൻ ചെയ്ത ഡോക്ടറിനോട് മമ്മി പറഞ്ഞു ലാസ്റ്റ് ടൈം ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിന് അങ്ങനത്തെ ഒന്നും ഞാൻ കാണുന്നില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ടായിട്ട് ഞാനാണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതെന്താ പറ്റിയേ, ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇതെങ്ങോട്ടാണ് പോയത്, ഫുൾ വാനിഷ് ആയല്ലോ, ഇനിയിപ്പോൾ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി കേട്ടോ, ഇനി ഇങ്ങോട്ട് വരേ വേണ്ടാന്ന് പറഞ്ഞു. ഞാനും മമ്മി അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു, ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്താണ് ഇവിടെ നടന്നത്. ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇത് പോകാൻ ഒരു ചാൻസും ഇല്ല, കാരണം അത്രയും ഫൈബ്രോയിഡ്സും ഇത്ര വലിയ സിസ്റ്റും ഉണ്ടായ മമ്മീൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഒരു സാധനവും ഇല്ല, അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ബട്ട് അത് മാതാവിൻ്റെയും ഈശോൻ്റെയും ഇത്
ടച്ച് ഉണ്ടെന്ന് എനിക്കത് 100 അല്ല 200% എനിക്ക് ഷുവറാണ് ആ കാര്യത്തിൽ. പിന്നെ എനിക്കൊരു ചെറിയൊരു സൈനസൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര നോസിൻ്റെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെക്ക് ചെയ്തപ്പം പറഞ്ഞു സൈനസൈറ്റിസ് കാരണമാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒരു വീക്കിൽ 3 പ്രാവശ്യമൊക്കെ എൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നു. അപ്പം മമ്മിക്കൊക്കെ അത് ഭയങ്കര പേടിയായി. ബട്ട് നമ്മൾ ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും മാർച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. മമ്മി ആണെങ്കിലും മമ്മിയുടെ ഓഫീസിലും അവിടെ വന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. മമ്മി കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഫുഡ്, നമ്മുടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്, ഈ വയ്യാത്ത കുട്ടികളുടെ ഓർഫനേജ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ വാങ്ങിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഈ ആവശ്യമുള്ള സ്കൂളുകളിലൊക്കെ ഈ ഫാനുകളൊന്നും ഇല്ലെങ്കിലൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ സ്കൂളുകൾക്കൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാണ്ട് എനിക്ക് ജോലിയുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു പൈസ മാറ്റി വെച്ച് ഞാൻ കൊടുക്കും പാവപ്പെട്ടവർക്ക്. അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും പൈസയായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ മാറ്റി വെച്ച് ഞാൻ പാവപ്പെട്ടവർക്ക് എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അത് ഞാൻ മുടക്കാറില്ല. പിന്നെ ഡെയിലി ഞാൻ 3 മണിക്ക് ഞാൻ കൊന്ത എത്തിക്കും, അല്ലാതെ കുടുംബ പ്രാർത്ഥനയും എത്തിക്കും. പിന്നെ എല്ലാ 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട് ഞാനും മമ്മിയും. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിള് വായിക്കും. എല്ലാ ദിവസവും അച്ഛൻ്റെ രാവിലത്തെ 5:30 ഡെയിലി ബ്രെഡ് കൂടും. പിന്നെ വൈകിട്ടത്തെ സന്ധ്യ പ്രാർത്ഥനയും കൂടും. പിന്നെ എവറി ട്യൂസ്ഡേയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നമ്മൾ മുടക്കാറേ ഇല്ല. നമ്മൾ യൂട്യൂബിൽ ഞാനും മമ്മി ഇരുന്ന് അതിന് വേണ്ടി ഫുൾ ഒറ്റ സ്ട്രെച്ചിൽ ട്യൂസ്ഡേ ഇരുന്ന് പള്ളിയിൽ പോയി നമ്മൾ ഒന്നില്ലെങ്കിൽ രാവിലെ വെളുപ്പിന് 6 മണിയുടെ 6:30 കുർബാനയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ടത്തെ 6 മണിയുടെ കുർബാനയ്ക്ക് പോകാറ്. കുർബാന കഴിഞ്ഞ് ഉടനെ വന്നതിന് ശേഷം നമ്മളിത് ധ്യാനം കേട്ടിട്ടാണ് ബാക്കി എന്തും ചെയ്യാറ് വീട്ടിൽ. എല്ലാം എനിക്ക് എൻ്റെ പിന്നെ മമ്മിക്ക് ഉണ്ടായ 2 അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ മമ്മി ഫാമിലി കോട്ട് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 10 കൊല്ലം പുറത്തായിരുന്നു. അപ്പം മമ്മിക്ക് അത് കഴിഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മമ്മി 2018 തൊട്ട് ട്രൈ ചെയ്യണം. അത് മമ്മിക്ക് കിട്ടണ്ടായില്ല. ഒരു 7 ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അത് അപ്പം മമ്മി ഓരോ പ്രാവശ്യം എഴുതുന്നുണ്ട്, ചിലതൊന്നും കിട്ടുന്നില്ല. പിന്നെ കുറേ നാളെ പഠിക്കാത്തതിൻ്റെ ടച്ചും എല്ലാം പോയിട്ട് മമ്മിക്ക് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ മമ്മി 2024 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് മമ്മി ഉടമ്പടി എടുക്കുന്നത്. എന്തായാലും 2025 മാർച്ച് ആയപ്പോൾ മമ്മിയുടെ എല്ലാ 7 പേപ്പർ മമ്മി എഴുതിയെടുത്ത് മമ്മിക്ക് പ്രൊമോഷൻ കിട്ടി. അതിനും ദൈവത്തോടും എൻ്റെ മാതാവിനോടും ഒത്തിരി നന്ദി പറയുന്നു. ഇതെല്ലാം തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാനുകൂടി നന്ദി. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37, 4, 5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്, ദൈവത്തോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ സമർപ്പണം. കർത്താവിൽ ആനന്ദിക്കാനും ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുമുള്ള ഒരു വിളി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം സറണ്ടറിങ് ടു ഗോഡ്, എല്ലാം സമർപ്പിക്കുകയാണ്. ദൈവത്തിൽ ആനന്ദം കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാവുകയാണ്. ഉടമ്പടിയിലൂടെ ഒരു വിശുദ്ധിയിലുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ കൈവിടാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ദൈവത്തിൽ ആനന്ദിക്കുകയും അവിടുത്തെ അനുഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്ത ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് ഡോക്ടർ നേഹ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഡോക്ടർ നേഹ വന്നിരുന്നെങ്കിൽ അത് ഈശോയുടെയും അമ്മയുടെയുമുള്ള ഈശോയിലും അമ്മയിൽ നിന്ന് ലഭിച്ച അമ്മയുടെ മധ്യസ്ഥയിലൂടെയും ഈശോയുടെ അനുഗ്രഹങ്ങളിലൂടെയും ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുവാനായിട്ടാണ്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. കാരണം എന്തെടുക്കണമെന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ UG കഴിഞ്ഞ് PG എടുക്കണോ അതോ വിദേശത്തേക്ക് പോകണമേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വചനമെടുക്കുകയും വചനത്തിൽ കൂടെ കുറച്ച് ഒരു നല്ലൊരു മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കാണിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ഈ മകൾ ജർമ്മൻ എഴുതാൻ പോവുകയും ആ മൊഡ്യൂൾസ് പരീക്ഷയെല്ലാം പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്. പക്ഷേങ്കിൽ ആ സമയത്താണ്
വീടിനടുത്ത് തന്നെ ഒരു സെൻറ്റർ തുടങ്ങുകയും അവിടെ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്തത്. അവിടെ ചെന്നപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ മകൾക്ക്. കാരണം എക്സാമിനർ വന്നപ്പോൾ ആ എക്സാമിൻ്റെ കണ്ണുകളിൽ കൂടി ഈശോയുടെ അമ്മയുടെ പ്രത്യേകിച്ചും കൃപാസന അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഡോക്ടർ നേഹ എക്സാമിന് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു പാർട്ട്ണറാണ് കിട്ടിയത്. വളരെ ടെൻഷനുണ്ടായിരുന്നു തുടക്കത്തിൽ, കാരണം എക്സ്പീരിയൻസ്ഡ് പാർട്ട്ണറാണ് കൂടെ ഇരിക്കുന്നത്, എങ്ങനെയാവും എന്നുള്ളൊരു ചിന്ത. പക്ഷേങ്കിൽ ഉടമ്പടിയിലുള്ള ധൈര്യം ഡോക്ടർ ഒരു ഇച്ചിരി വിശ്വാസത്തിൽ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെയാണ് ആ പരീക്ഷ അന്ന് B1 എല്ലാ മൊഡ്യൂളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ആ മൊഡ്യൂളെല്ലാം പാസ്സാകാൻ സാധിച്ചു എന്നാണ്. ഇവിടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ് നൽകിയ അനുഗ്രഹത്തിന്. പിന്നീട് വിസയ്ക്ക് വേണ്ട കിട്ടാനുള്ള ലാൻഡ് സെല്ലിംഗ് ആയിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. വലിയൊരു പ്രത്യേക രീതിയിൽ അത്രയും നാൾ സാധിക്കാത്ത വിൽക്കാൻ സാധിക്കാത്ത സ്ഥലം വിൽക്കുവാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റ് നടക്കുകയാണ് വിസയ്ക്കുള്ളത്. അവിടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ് നാം കാണുന്നത്. അമ്മയ്ക്കുണ്ടായിരുന്ന സിസ്റ്റ് അത് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് സിസ്റ്റമായിരുന്നു. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം, ഓപ്പറേഷൻ ഒന്നും കൂടാതെ പൂർണ്ണ സൗഖ്യം ലഭിച്ച് അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഡോക്ടർ നേഹയുടെ അമ്മയും വന്നിരിക്കുന്നത്. തന്നെയുമല്ല, കോടതിയിൽ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചു. കോടതിയിൽ ജോലിയുള്ള ഈ സഹോദരി ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 പേപ്പർ എഴുതാൻ സാധിക്കുകയും ഒരു പ്രൊമോഷൻ ലഭിച്ച് ഈശോയും അമ്മയും അനുഗ്രഹിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് കർത്താവിൽ ആനന്ദിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുമ്പോൾ, കർത്താവിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ എല്ലാം നോക്കിക്കൊള്ളുന്ന ഒരു ദൈവത്തെയാണ് നാം ഉടമ്പടിയിൽ കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ആ ദൈവത്തെ കണ്ടുമുട്ടിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ നേഹ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവിടുത്തോട് ചേർക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികളും ഭാവികളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം കർത്താവിൻ്റെ കൃപയാൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ നേഹയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം